പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം. ദാവീദ് തനിക്ക് സംഭവിച്ച തെറ്റ് തിരുത്തുന്നതാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ പെടകം യെരൂശലേമിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ആവേശം കാണിച്ച ദാവീദ് തൻ്റെ ആവേശത്തിലെ പിഴവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുകയാണ്. പെട്ടകത്തിന് ഒരു കൂടാരമടിച്ച് എല്ലാ ഇസ്രായേലിനെയും യെരൂശലേമിൽ വിളിച്ചു വരുത്തി പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ അവർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് പെട്ടകം ചുമക്കാനുള്ള അതിൻ്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ വെച്ച് ചുമലിൽ ചുമന്ന പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ആരാധനയോടെ, യാഗാർപ്പണത്തോടെ പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്ന ചിത്രമാണ് 15-ാം അധ്യായത്തിൽ നാം കാണുന്നത്. രാജകീയ വസ്ത്രമൊക്കെ മാറ്റിവെച്ച് ശണം കൊണ്ടുള്ള എഫോദ് ധരിച്ച് ആർപ്പോടും കാഹളനാദത്തോടും കൂടെ നൃത്തം ചെയ്തുകൊണ്ട് ദാവീദ് യെരൂശലേമിലേക്ക് പെട്ടകം കൊണ്ടുവരുന്നു. ദാവീദിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുകയാണ്. തെറ്റുകൾ തിരുത്തിയപ്പോൾ, എല്ലാം ക്രമത്തിലാക്കിയപ്പോൾ പെട്ടകം യെരൂശലേമിൽ വരുന്ന സന്തോഷം ദാവീദിനെ കുതൂഹലമുള്ളവനാക്കി. എന്നാൽ ദാവീദിന്റെ ഭാര്യയായ മീകൾ ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു എന്ന് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നു. ആയതിനാൽ ജീവകാലമൊക്കെയും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യമില്ലാത്തവളായി അവൾ മാറി എന്നാകുന്നു തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുവെഴുത്തുകളിലൂടെ അതിനെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ വളരെ കൃത്യതയോടെ, ആത്മാർത്ഥതയോടെ അതിനെ തിരുത്താനും കാര്യങ്ങൾ ചെയ്യാനും ദാവീദ് കാണിക്കുന്ന ഉത്സാഹം ഇവിടെ പ്രശംസനീയമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്കും ആവേശം സംഭവിക്കുമ്പോൾ ഇങ്ങനെ തെറ്റുകൾ വരാം. തെറ്റുകൾ വരുമ്പോൾ അവിടെ വെച്ച് അത് ഉപേക്ഷിക്കുകയല്ല, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞ് തെറ്റെവിടെയാണ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുവാൻ നാം ഉത്സാഹഭരിതരാകുമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി മാറും. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ കാരണങ്ങളിൽ ഒന്ന് അതുകൂടെയാണ്. തെറ്റുകൾ തിരുത്തുവാൻ താൻ കാണിച്ച മനസ്സ്, അതിനുള്ള ആത്മാർത്ഥത. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിധമുള്ള ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നമ്മെ മാനിക്കാതിരിക്കില്ല കേട്ടോ. ദൈവത്തെ ആരാധിക്കുന്നതും ആത്മാർത്ഥതയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും കണ്ട് അതിനെ പരിഹസിക്കരുത് കേട്ടോ. അതിനെ പരിഹസിച്ചതാണ് മീകളുടെ ജീവിതത്തിലെ ശാപകാരണമായി മാറിയത്. ദൈവം ചെയ്ത നന്മകളെ നന്ദിയോടെ ഓർക്കാനും അതിനെ സ്തുതിക്കാനും ഒക്കെ ദാവീദ് തയ്യാറായി. ദാവീദ് നൃത്തം ചെയ്തു. രാജാവ് തൻ്റെ പ്രജകളുടെ ഇടയിൽ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടാണ് രാജാവിൻ്റെ ഭാര്യ നിന്ദിക്കുന്നത്.
ഈ സ്ഥാനവും മാനവും ഒക്കെ തനിക്ക് തന്ന ദൈവത്തോടുള്ള നന്ദിയാണ് ദാവീദിനെ അത് പ്രേരിപ്പിച്ചതെങ്കിൽ നിന്ദിക്കാൻ മീഖളിനെ പ്രേരിപ്പിച്ചത് അവളുടെ അഹങ്കാരമാണ്. അഹങ്കാരം ഉണ്ടാകാതിരിക്കാനും നമുക്ക് ജാഗ്രതയുള്ളവരാകാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തെറ്റുകളെ തിരുത്താനും അതിനനുസരിച്ച് മുന്നേറുവാനും അഹങ്കാരമില്ലാത്തവരായി ജീവിപ്പാനും ഈ സന്ദേശങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണം. അങ്ങയുടെ സഹിത്വം തരുന്ന ആ ശുഭത ഇന്നും അവിടുത്തെ മക്കൾ അനുഭവിക്കട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.